എല്ലാവർക്കും ടെക് PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിനെ പറ്റിയാണ്. കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എപ്രകാരമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക്കലി പറഞ്ഞാൽ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. അതുപ്രകാരം ഒരു കമ്പനി കൃത്യമായി പ്രിപ്പയർ ചെയ്യേണ്ട 4 ഡോക്യുമെന്റ്സ് ഉണ്ട്. ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്. ക്ലിയർ ആണോ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് എത്ര അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് സെക്ഷൻ 129 ആൻഡ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കും. അത് ഒരു കമ്പനിയുടെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്, ഇൻകവും എക്സ്പെൻസും അതിനെ കമ്പയർ ചെയ്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാണിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെ കാണിക്കുന്നത്. ക്ലിയർ ആണോ? 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനി, ഇവയ്ക്കൊന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതല്ലാതെ മറ്റു കമ്പനികൾക്കെല്ലാം എന്ത് പ്രിപ്പയർ ചെയ്തേ പറ്റൂ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അവരുടെ കമ്പനി ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗമായി പ്രിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോകളെ 3 ആയിട്ട് തിരിക്കും. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എന്നൊക്കെ രീതിയിൽ തിരിച്ചിട്ട് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കും. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നാലാമതായിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇതിനകത്തൊന്നും പെടാത്ത അഡീഷണൽ ഇൻഫർമേഷനോ ഐറ്റംസോ ഉണ്ടെങ്കിൽ അത് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. ഇതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് പ്രകാരമാണ്? കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഷെഡ്യൂൾ 3ക്ക് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഉണ്ട്. ഈ പാർട്ട് 1ലും പാർട്ട് 2ലുമാണ് ബാലൻസ് ഷീറ്റിന്റെയും ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റിനെ വിളിക്കുന്ന പേര് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ രണ്ടിന്റെ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്താണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയും നമ്മൾ പ്രധാനമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി അതിന്റെ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അതുപോലെ കമ്പനി എപ്പോഴും അക്രൂവൽ ബേസിസ് അനുസരിച്ച് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അനുസരിച്ച് വേണം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് അപ്രൂവ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ് ആണ്, ഓർത്തു വെച്ചിരിക്കണം. ഇനിയും അടുത്തത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഏതൊക്കെ രീതിയിലാണ് ചിലവാക്കുന്നത് അല്ലെങ്കിൽ വിനിയോഗിക്കുന്നത്, അതിനെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തിയതിനു ശേഷം ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? കരുതൽ ധനം. ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ തന്നെ. പ്രോഫിറ്റിൽ നിന്ന് വക മാറ്റി വെച്ചിരിക്കുന്നതാണ് റിസർവ്. അപ്പൊ ഒരു ഭാഗം റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മറ്റൊരു ഭാഗം പ്രപ്പോസ്ഡ് ഡിവിഡൻഡായി മാറ്റി വെക്കാം, ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി. ഇനിയും വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ഇന്ററിം ഡിവിഡൻഡ് എന്ന് വിളിക്കും. ആ ഇന്ററിം ഡിവിഡൻഡിന് വേണ്ടി, ഇന്ററിം ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ഒരു പോർഷൻ മാറ്റി വെക്കാം. ഇനിയും കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR ഫണ്ട് എന്ന് പറയും. കമ്പനീസ് ആക്ട് പ്രകാരം CSR ഫണ്ട് ഇത്ര ശതമാനം വിനിയോഗിച്ചിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. സോ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചു ഭാഗം CSR ഫണ്ടിലേക്ക് പോകും. അടുത്തത്, കമ്പനിക്ക് ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമൊക്കെ ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ നഷ്ടമോ ചിലവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതൊരു വാല്യുവേഷൻ അക്കൗണ്ട് ആണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഭാവിയിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെക്കുകയാണ്. പ്രോപ്പറായിട്ട് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ മാനേജർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിൽ ആ റെമ്യൂണറേഷൻ നമ്മൾ ഈ ലാഭത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈ രീതിയിലാണ് വിനിയോഗിക്കുന്നത്. ക്ലിയർ ആണോ? അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രോഫിറ്റിനെ വിനിയോഗിക്കുന്നു. ദാറ്റ് ഈസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്.
Appropriation are shown below the net profit line in the profit and loss appropriation account. Clear ആണോ? Profit and loss appropriation accountലാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ appropriation of profit കാണുന്നത്. ഓക്കെ ആണോ? യെസ്. സാധാരണഗതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല. കാരണം പിയാൻഡിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഷെഡ്യൂൾ 3 പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ അത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ രീതിയിലാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി മാനേജറുടെ റെമ്യൂണറേഷൻ ആണ്. സെഷൻ 197 കമ്പനീസ് ആക്ട് 2013 ഈ സെഷനിലാണ് മാനേജറുടെ റെമ്യൂണറേഷനെ പറ്റി പറയുന്നത്. ആരാണ് മാനേജീരിയൽ പേഴ്സണൽ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ, സിഇഒ, CFO, കമ്പനി സെക്രട്ടറി, അതാണ് കീ മാനേജീരിയൽ പേഴ്സണൽസ്, KMP. ക്ലിയർ ആണോ? ഇവരെയൊക്കെയാണ് മാനേജീരിയൽ പേഴ്സണൽസ് എന്ന് വിളിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ ആകാം, ഹോൾ ടൈം ഡയറക്ടർ ആകാം, മാനേജർ ആകാം, CEO, CFO, കമ്പനി സെക്രട്ടറി ആകാം. ഓക്കെ അല്ലേ? ഇവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുകയാണ്. ഇതിന് ലിമിറ്റ് ഉണ്ട്. ഓവറോൾ ലിമിറ്റ് total managerial remuneration to directors including MD, whole time director, manager shall not exceed 11% of net profit of the company. കമ്പനിയുടെ ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിന്റെ 11% ഒരിക്കലും കൂടരുത് MD-യുടെയും ഹോൾ ടൈം ഡയറക്ടറുടെയും മാനേജറുടെയും റെമ്യൂണറേഷൻ ടുഗെദർ. എല്ലാം കൂടെ കൂട്ടി 3 പേരുടെയും കൂടെ റെമ്യൂണറേഷൻ മൊത്തം കൂട്ടിയ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 11% കൂടരുത്. ഒന്നാമത്തെ നിബന്ധന. ക്ലിയർ ആണോ? ഇനി ഇൻഡിവിജ്വൽ ലിമിറ്റ് ഉണ്ട്. MD, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ മാക്സിമം 5% സിംഗിൾ പേഴ്സൺ, ഒരു വ്യക്തിക്ക്, MD-ക്ക് ആയിക്കോട്ടെ, ഹോൾ ടൈം ഡയറക്ടർ ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, അവർക്ക് 5% ഓരോ വ്യക്തിക്കും അതിൽ കൂടാൻ പാടില്ല. ഓർ 10% ഓഫ് ദ പ്രോഫിറ്റ്. ക്ലിയർ ആണോ? ഇനി ഒന്നിൽ കൂടുതൽ MD ഒക്കെ ഉണ്ടെങ്കിൽ, ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടെങ്കിൽ 10% വരെ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം. അതിലപ്പുറം പോകരുത് പ്രോഫിറ്റിന്റെ. അതാണ് അവരുടെ ഇൻഡിവിജ്വൽ ലിമിറ്റ്. ഇനി മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ 1% വരെയാണ് മാക്സിമം. ക്ലിയർ ആണോ? യെസ്. അതായത് കമ്പനിക്ക് MD-യും ഹോൾ ടൈം ഡയറക്ടറും ഉണ്ടെങ്കിൽ 1% വരെയാണ് മാക്സിമം. ഹോൾ ടൈം ഡയറക്ടറും MD-യും ഇല്ലെങ്കിൽ 3% വരെയാണ് മാക്സിമം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ. ക്ലിയർ ആണോ? നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ റെമ്യൂണറേഷൻ കൊടുക്കാൻ സെഷൻ 198 പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട്. അപ്പം ഇവരുടെ എല്ലാം കൂടെ റെമ്യൂണറേഷൻ കമ്പനിയുടെ 11% നെറ്റ് പ്രോഫിറ്റിനേക്കാൾ കൂടരുത്. ഇൻഡിവിജ്വലി പറയുമ്പോൾ MD, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ ഇവർക്കെല്ലാം 5% കൂടുതൽ കൂടരുത്. സിംഗിൾ പേഴ്സൺ, ഒരു വ്യക്തിക്ക് 5% കൂടുതൽ, നെറ്റ് പ്രോഫിറ്റിന് 5% കൂടുതൽ കൂടരുത്. ഇനിയും ഒന്നിൽ കൂടുതൽ MD ഒക്കെ ഉണ്ടെങ്കിൽ, ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടെങ്കിൽ 10% കൂടരുത്. അതർ ഡയറക്ടേഴ്സിന് മാക്സിമം 1% ആണ് ഓൾറെഡി MD, ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടെങ്കിൽ. ഇവ ഇല്ല എങ്കിൽ 3% മാക്സിമം. ഇനി ഇതിനു വേണ്ടിയുള്ള പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെഷൻ 198 പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഡിവിഡൻഡ്. ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഷെയറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് സെക്ഷൻ 129 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിരിക്കുന്നത്. ഡിവിഡൻഡ് പലതരമുണ്ട്. ഫൈനൽ ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ് ആൻഡ് സ്പെഷ്യൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടി ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് ഫൈനൽ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്രയും ഡിവിഡൻഡായി കൊടുക്കാമെന്ന്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലയർഡ് ബൈ ബോർഡ് ബിറ്റ്വീൻ 2 AGM. ഒരു AGM തൊട്ട് അടുത്ത AGM വരെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്, ഒരു വർഷമാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇടയ്ക്ക് വെച്ച് ഡിവിഡൻഡ് കൊടുക്കാം. അങ്ങനെയുള്ള ഡിവിഡൻഡിനെ ഇന്ററിം ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, സ്പെഷ്യൽ ഡിവിഡൻഡ്. സ്പെഷ്യൽ ഒക്കേഷൻസിൽ കൊടുക്കുന്നതാണ്. ക്ലിയർ ആണോ? സെയിൽ ഓഫ് അസറ്റോ എന്തെങ്കിലും ഉണ്ടായി, ആ സമയത്ത് കുറച്ചധികം ലാഭം കിട്ടി, നമ്മൾ എന്ത് ചെയ്തു? ഡിവിഡൻഡ് ആയിട്ട് അത് കൊടുക്കുന്നു, സ്പെഷ്യൽ ഡിവിഡൻഡ്. ഇപ്രകാരം 3 ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്: ഫൈനൽ ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ് ആൻഡ് സ്പെഷ്യൽ ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? ഇനിയും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ് ഔട്ട് ഓഫ് കറന്റ് ഇയർ പ്രോഫിറ്റ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് പാസ്റ്റ് റിസർവ് ഓർ ബോത്ത്. ഒന്നെങ്കിൽ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ പാസ്റ്റ് റിസർവിൽ നിന്ന്, അല്ലെങ്കിൽ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി കയ്യിലുള്ള കറണ്ടിൽ നിന്ന് ഡിക്ലെയർ ചെയ്യാം, നിങ്ങളുടെ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്നും ഡിക്ലെയർ ചെയ്യാം, രണ്ടിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. ഡിപ്രീസിയേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ബിഫോർ ഡിക്ലയറിംഗ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം പ്രോഫിറ്റ് കാണാൻ. ആ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ക്ലിയർ ആണോ? ഇനിയും അൺപെയ്ഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം വിത്തിൻ 7 days ആൻഡ് ലേറ്റർ ടു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ഇഫ് നോട്ട് ക്ലെയിംഡ് ഇൻ 7 years. നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പക്ഷേ ചില ആൾക്കാർ ആ ഡിവിഡൻഡ് വന്ന് കൈപ്പറ്റിയില്ല. അപ്പൊ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, നമ്മൾ പേ ചെയ്യാൻ ശ്രമിച്ചു, അൺപെയ്ഡ് ആയിട്ട് കിടക്കുകയാണ്. 7 ദിവസത്തിനുള്ളിൽ അത് എങ്ങോട്ടേക്ക് മാറ്റണം? അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ക്ലിയർ ആണോ? അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റണം. എന്നിട്ട് ഒരു 7 വർഷം വരെ വെയിറ്റ് ചെയ്യും. 7 വർഷത്തിനുള്ളിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ വന്ന് ആ ഡിവിഡൻഡ് എമൗണ്ട് ക്ലെയിം ചെയ്തില്ലെങ്കിൽ അത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് പോകും. സെബിയുടെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് പോകും. ഓക്കെ ആണോ? IEPF പോകും. ഇഫ് നോട്ട് ക്ലെയിംഡ് ഇൻ 7 years. ഓക്കെ അല്ലേ? അത് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? ബുക്ക് പ്രോഫിറ്റിനെ പറ്റി നോക്കി, ഫ്രീ റിസർവ്, പ്രൊവിഷൻ, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ബുക്ക് ബിഫോർ അപ്രോപ്രിയേഷൻ. ഏതെങ്കിലും അപ്രോപ്രിയേഷൻ നടത്തുന്നതിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റിനെ ബുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആയിട്ടുള്ള കരുതൽ ധനത്തെയാണ് ഫ്രീ റിസർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് അസൈഡ് ഫോർ നോൺ ലയബിലിറ്റി. നമുക്ക് ഓൾറെഡി അറിയാം ഇന്ന ലയബിലിറ്റി വരും, അതിനുവേണ്ടി മാറ്റി വെച്ചതിനെയാണ് പ്രൊവിഷൻ. നമുക്കറിയില്ല ഏത് ലയബിലിറ്റിയാണ്, അൺനോൺ ആണ് ലയബിലിറ്റി, അതിനുവേണ്ടി മാറ്റി വെക്കുന്നതാണ് റിസർവ്. ക്ലിയർ ആണോ? പ്രൊവിഷൻ എപ്പോഴും പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ മാറ്റി വെക്കണം. റിസർവ് അങ്ങനെയല്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വക മാറ്റുന്നതാണ് റിസർവ്. പിന്നെ ഡിവിഡൻഡ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയാണ് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്ററിം ഡിവിഡൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിക്ലെയർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഡിക്ലയർഡ് ഇൻ ബിറ്റ്വീൻ 2 AGMs. 2 ആനുവൽ ജനറൽ മീറ്റിംഗുകളുടെ ഇടയ്ക്കായിരിക്കും എന്ത് വരുന്നത്? ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലറേഷൻ വരുന്നത് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഫോർമാറ്റ് ഓഫ് കമ്പനി ഫൈനൽ അക്കൗണ്ട്സ് നോക്കി. അത് എവിടെ കാണുന്നത്? ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ക്ലിയർ ആണോ? ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഡിപ്രീസിയേഷൻ പ്രോപ്പറായി പ്രൊവൈഡ് ചെയ്തിരിക്കണം, മാൻഡേറ്ററി ആണത്. ഇനി മാനേജീരിയൽ റെമ്യൂണറേഷന്റെ മാക്സിമം ലിമിറ്റ് 11% ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 198 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഡിവിഡൻഡ് ഡിക്ലറേഷൻ സെക്ഷൻ 123 പ്രകാരമാണ് ഗവേൺ ചെയ്യപ്പെടുന്നത്. അത് അതിന്റെ പ്രൊവിഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ. അൺപെയ്ഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് അക്കൗണ്ടിൽ 7 ദിവസത്തിനുള്ളിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് 7 വർഷം വരെ ക്ലെയിം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇന്ററിം ഡിവിഡൻഡ് ആരാ ഡിക്ലെയർ ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത്. ഫൈനൽ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ഇസ് ഫയൽഡ് വിത്ത് ഹും? ഇറ്റ് ഇസ് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ROCക്കാണ് ഫയൽ ചെയ്യുന്നത്, ROC. ഓക്കെ ആണോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ആർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ഗവേൺഡ്? ഏത് സെക്ഷൻ പ്രകാരമാണ് ഫൈനൽ അക്കൗണ്ട്സ് ഗവേൺ ചെയ്യപ്പെടുന്നത്? സെക്ഷൻ 129 പ്രകാരമാണ്. രണ്ടാമത്തത് മാനേജറിയൽ റെമ്യൂണറേഷന്റെ മാക്സിമം പരിധി എത്രയാണ്? 11%. നമുക്ക് ഓൾറെഡി അറിയാം. മൂന്നാമത്തത് ഇന്ററിം ഡിവിഡൻഡ് ആരാ ഡിക്ലെയർ ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ROC ഷെയർ ഹോൾഡർ AGM ഗവൺമെന്റ് ഒന്നുമല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഫൈനൽ ഡിവിഡൻഡ് ആരാ ഡിക്ലെയർ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആണ് അറ്റ് AGM. ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്? താഴെ പറയുന്നവർ ഏതാണ് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ അല്ലാത്തത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ഡിവിഡൻഡ് പേ, മാനേജർ റെമ്യൂണറേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മളൊരു പോയിന്റ് പഠിച്ചായിരുന്നു. പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് മുന്നേ ഫൈനലൈസ് ചെയ്യേണ്ടതാണ് പ്രൊവിഷൻ ഫോർ നോൺ ലയബിലിറ്റി. പ്രോഫിറ്റിന് മുന്നേ നമ്മൾ ഫൈനലൈസ് ചെയ്യും. നിങ്ങൾക്ക് സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാകും, P&L അക്കൗണ്ടിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നത്. പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമല്ല. സോ ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. റിസർവും കാര്യങ്ങളൊക്കെ ദേ ആർ പാർട്ട് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ്, മാനേജർ റെമ്യൂണറേഷൻ ഒക്കെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഓക്കെ ആണോ? അടുത്തത്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഇസ് പ്രിപ്പയർഡ് ആസ് പെർ? ഏത് ഷെഡ്യൂൾ പ്രകാരമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L പ്രിപ്പയർ ചെയ്യുന്നത്? ഷെഡ്യൂൾ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അതിന് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഉണ്ട്. ആ പാർട്സിലാണ് ദ ഫോർമാറ്റ് ഫോർ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആർ ഡ്യൂലി ഗിവൺ. ക്ലിയർ? സോ ഇതാണ് എന്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്? കമ്പനി ആക്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഓക്കെ അല്ലേ? ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു അബൌട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ. ഓക്കെ ആണോ? സോ
ബാക്കിയുള്ള ടോപ്പിക്സ് we will discuss in the coming sessions. Until then, thank you and have a nice day.